കഴിക്കാനുള്ള വോഡ്കയാണ്. അപ്പൊ അതായത് മാജിക് മൊമെന്റ് ആണ് കഴിക്കാറുള്ളത്, വല്ലപ്പോഴും കഴിക്കാറുണ്ട്. അപ്പൊ അതിന് ഏറ്റവും നല്ല ടച്ചിങ്സിന് കപ്പ, മീൻകറി ഈ പ്രാവശ്യം വന്നപ്പോ കൊണ്ടുവന്നില്ല. ഞാൻ പറഞ്ഞില്ലേ കുറച്ച് പെട്ടെന്ന് ഒരു വരവല്ലായിരുന്നു. ഞാൻ കഴിക്കാനുള്ള വോഡ്കയാണ്. അപ്പൊ ഞാൻ എന്നാ പറയേണ്ടത്, ഉളുപ്പുണ്ടോയെന്ന് ഞാൻ ചോദിക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ഇതിലും പറഞ്ഞത് എന്താ പറയുക, സുധി കള്ളു കുടിച്ചിട്ടാണ് പൈസ വെച്ചും പോയത്, സുധി കള്ളു കുടിച്ചിട്ടാണ് പൈസ വെച്ചും പോയത് എന്നാണ്. ഇതിപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അതായത് സുധിയുടെ പേരും പറഞ്ഞിട്ട് ആരാ അടിക്കുന്നതെന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. വോഡ്ക അടിക്കുന്നവർക്ക് എന്ന് പറഞ്ഞാൽ സാമാന്യം നല്ല വരുമാനം വേണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എനിക്കറിയില്ല വോഡ്കേൻ്റെ ഒക്കെ എത്ര പൈസ ഒന്നും എനിക്കറിയില്ല. നമ്മളെ നാട്ടിലൊക്കെ ജവാൻ മേടിച്ച് അടിക്കുന്നതാണ് ആൾക്കാരുകൾ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതിന് പൈസ കുറവാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ വോഡ്കെല്ലാം അടിക്കേണ്ടെങ്കിൽ സാധാരണ നല്ല പൈസ വേണ്ടി വരും. അപ്പോൾ ഇവരൊക്കെയാണ് സമൂഹത്തിൽ വന്നിട്ട് ഞാനെന്തോ ഭയങ്കര തേങ്ങാക്കൊല്ലാണ്. എങ്ങനെയാണ് ഇവരെല്ലാം സപ്പോർട്ട് ചെയ്യുക നിങ്ങളൊന്ന് പറയാറുണ്ട്. അതായത് ഇവിടെ കുറേ ആൾക്കാർ പറയുമ്പോൾ ഞാൻ വിചാരിച്ചു എന്തിനാണ് ഇവരിങ്ങനെ ടാർഗറ്റ് ചെയ്യുന്നതെന്ന്. അത് ഒരു നടൻ അല്ലെങ്കിൽ ഒരു അറിയപ്പെടുന്ന നടൻ അയാൾ മരിച്ചപ്പോൾ അയാളുടെ കുടുംബത്തിന് വേണ്ടി കൂട്ടുനിന്ന സ്ഥലം കൊടുത്ത അച്ഛനെയും അതുപോലെ വീട് വെച്ച് കൊടുത്ത ഫിറോസിനെയും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമൊക്കെ ഞാൻ ഫിറോസിനെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. എൻ്റെ പൊന്നു ഫിറോസെ നിങ്ങൾ പോയി വീണത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇത് തന്നെയാണ് കേട്ടോ. ഉള്ള കാര്യം എന്താ പറയുന്നതിന്, ആദ്യമൊക്കെ എനിക്ക് ഫിറോസിനോട് ഒരുപാട് വെറുപ്പുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴും ഉള്ള കാര്യം ഞാൻ പറയും, എനിക്ക് കള്ളു കുടിക്കുന്ന ആരായാലും ആണായാലും പെണ്ണായാലും കണ്ടുകൂടാട്ടോ. ഉള്ള കാര്യം എന്താ പറയുന്നതിന്. അപ്പം അങ്ങനെ ഒന്ന് വന്നിട്ട് പറയുകയാണ്, അതായത് ഞാൻ ഭയങ്കര സംഭവമാണ്, ഞാൻ വോഡ്ക അടിക്കുന്ന വോഡ്ക മദ്യം തന്നെയല്ലേ അല്ലേ എനിക്കറിയില്ല കേട്ടാ. അപ്പോൾ ഇതടിക്കുന്നവരാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ നിങ്ങൾ ആലോചിച്ച് നോക്കറ. എന്തൊരു വൃത്തികെട്ട സംസാരമാണിത്. എന്താണ് ഇതിനെക്കൊണ്ട് എന്താണ് ഇവർ സമൂഹത്തിന് കൊടുക്കുന്നത്? ഒരു കോലും ഒരു മറ്റേ ഇതും കൊണ്ട് വരുന്നവനോടൊക്കെ വിളിച്ചിങ്ങനെ കൂവുന്ന് ഞാൻ ഇതാണ് അടിക്കാറ്. എടോ ആ ഒരു കൊച്ചു ചെറുക്കന് വലുതായി കഴിഞ്ഞാൽ സമൂഹത്തിൽ ഇറങ്ങിയിട്ട് തല ഉയർത്തി നടക്കാൻ പറ്റുമോ? മൂത്തോൻ വെറുതെയാണോ പറഞ്ഞത്? അതായത് തൻ്റെ കൂട്ടുകാരുടെ അമ്മച്ചിമാരുടെ മുഖത്ത് നോക്കാൻ കഴിയുന്നില്ല എന്ന് മൂത്തോൻ പറഞ്ഞത് വെറുതെയാണോ? അവൻ അമ്മ എന്ന് വിളിക്കുമ്പോൾ അമ്മ എന്ന് വിളിക്കുമ്പോഴേ നമുക്ക് അതിനുള്ള ഒരു റെസ്പെക്റ്റ് വേണം. നമ്മുടെ അമ്മമാരൊക്കെ വെള്ളമടിച്ചിട്ടാണോടോ നടക്കുന്നത്? ഇവിടെ എത്ര ആൾക്കാർ വിധവയായിട്ടും പല തൊഴിൽ ചെയ്ത് കുട്ടികളെ പോറ്റുന്നുണ്ടോ? വെള്ളമടിച്ച് നടക്കുകയാണോ അവരൊക്കെ ചെയ്യുന്നത്? അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലായില്ലേ? അതായത് ഉടായിപ്പ് തന്നെയാണ്, വേറെ ഒന്നുമല്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സുധിയുടെ പേരും പറഞ്ഞിട്ട് ഒരു വീടും കിട്ടി, കുറച്ച് സ്ഥലവും കിട്ടി, എല്ലാവർക്കും താമസിക്കാനും പറ്റി. ഇനി എങ്ങനെയെങ്കിലും എന്ന് പറഞ്ഞാൽ വീടൊന്ന് ഒഴിവാക്കിയിട്ട് വലിയ വീട്ടിലേക്ക് പോകണം. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഉടായ്പും കൊണ്ടാണ് ഇപ്പോഴും വന്നിരിക്കുന്നത്. കാശും കാര്യങ്ങളൊക്കെ ആയി. അപ്പോൾ എല്ലാവരും പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങൾ എന്തിനാണ് രേണു സുധിയെ ടാർഗറ്റ് ചെയ്യുന്നത്, നിങ്ങൾ എന്തിനാണ് അവരെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നതെന്ന് എല്ലാവരും പറയുന്നൊരു കാര്യമുണ്ട്. പക്ഷെ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കറ, എല്ലാം വിധവകൾക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അപമാനം തന്നെയില്ല ഇത്. എത്രയെത്ര അമ്മമാർ നമ്മുടെ നാട്ടിൽ മക്കളെ വളർത്താൻ വേണ്ടിയിട്ട് എന്തൊക്കെ ജോലി ചെയ്യുന്നുണ്ട്. ആ മക്കളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ തല ഉയർത്തി നടക്കണം എന്ന് കരുതിയിട്ട് അമ്മമാർ ചെയ്യുന്ന ത്യാഗമുണ്ടല്ലോ, അതൊരു ഭയങ്കരം തന്നെയാണ്. ഇനി എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഭർത്താവ് മരിച്ചിട്ടും ചിലപ്പോഴും എന്ന് പറഞ്ഞാൽ അവിടുന്നും ഇവിടുന്നുമുള്ള ശല്യങ്ങളെല്ലാം സഹിച്ചിട്ട് മക്കൾക്ക് വേണ്ടിയിട്ട് വേറെ പേര് ദോഷമോ കാര്യങ്ങളോ ഒന്നും ചെയ്യാതെ പിടിച്ചു നിൽക്കുന്ന അമ്മമാരുണ്ടല്ലോ, അവരെ ഞാൻ സമ്മതിച്ചിരിക്കുന്നതാണ്. അവർക്ക് ബിഗ് സല്യൂട്ട് നൽകുകയാണ്. ഒരു കാലത്ത് നമ്മളെല്ലാവരും ഭയങ്കര സപ്പോർട്ട് ചെയ്തിന് ഞാനൊക്കെ രേണു സുധിയെ. ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഇവരുടെ ഈ ചില കാട്ടിക്കൂട്ടലുകളും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ചില കോപ്രായങ്ങളും ഇതെല്ലാം കാണിക്കുമ്പോഴും ഞാൻ വിചാരിക്കുന്നത് എന്താ വെച്ചാൽ ഇവർക്ക് ഇത് തന്നെയാണ് വേണ്ടത്. അതായത് ഇവർക്കെല്ലാവരും ഇതുപോലെ നെഗറ്റീവ് പറയുക തന്നെയാണ് വേണ്ടത്, അല്ലാതെ വേറെ ഒന്നും വേണ്ട എന്ന് എനിക്ക് മനസ്സിലായി. അല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ എന്താ പറയുക കുറേ കഴിയുമ്പോഴേക്കും എനിക്ക് എൻ്റെ വഴി എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോകത്തില്ലേ. അതല്ല, ഇത് കൃത്യമായിട്ടെന്ന് പറഞ്ഞാൽ നിയന്ത്രിക്കാനാളുണ്ട്. അപ്പോൾ ഇത് നമ്മളിപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ എന്നാ പറയേണ്ടത്, എല്ലാത്തിനും കയറി ഇത് ചെയ്തുമ്പോഴേ നമുക്കിങ്ങനെ ചോദ്യങ്ങൾ വരുന്നത്. ഉള്ള കാര്യം ഈ പിന്നെ മദ്യപിക്കുന്ന സ്ത്രീകളെ നിങ്ങൾ ആരെങ്കിലും സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതായത് മദ്യപിക്കുന്ന സ്ത്രീകളെ എനിക്കറിയില്ല കേട്ടോ. കാരണം എന്ന് വെച്ചാൽ നമ്മളെല്ലൊന്നും അങ്ങനെ ഇല്ല കേട്ടോ. നമ്മളെയല്ല, എൻ്റെ വീട്ടിലൊന്നും അങ്ങനെ ഇല്ല കേട്ടോ. അതുകൊണ്ട് പറയുകയാണ്. കാരണം ഇപ്പം ചില ആൾക്കാർ പറയും 2 പെഗ് അടിക്കുന്നുണ്ട്, അതാണോ തനിക്കെന്തോടോ നഷ്ടം, തൻ്റെ വീട്ടിൽ വന്നിട്ട് അടിക്കുന്നുണ്ട്, എൻ്റെ വീട്ടിൽ വന്നിട്ടൊന്നും അടിക്കുന്നില്ല. അതായത് ഞാൻ പറഞ്ഞല്ലോ, മദ്യപാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ സ്ത്രീ തന്നെ പറയുന്നുണ്ട് എൻ്റെ കുടുംബം നശിച്ചത് മദ്യപാനം കൊണ്ടാണ്. എന്നിട്ട് യാതൊരു ഉളുപ്പുമില്ലാതെ വന്ന് പറയുകയാണ് ഞാൻ വോഡ്ക അടിക്കാറുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണോ ഇതിന് പിന്നെ മറുപടി പറയേണ്ടത്? ഇതെങ്ങനെ കേട്ടിട്ടോ മിണ്ടാതിരിക്കുക? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇവിടെ പല ആൾക്കാരും പറയുന്നുണ്ട് നിങ്ങൾ എന്തിനാണ് അവരുടെ പുറകെയൊന്നും നമ്മൾ നടക്കുന്നില്ല. പക്ഷേ അവർ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പറയുന്ന കാര്യങ്ങൾ റിയാക്ട് ചെയ്യാതിരിക്കാൻ പറ്റൂലല്ലോ. നമുക്ക് നമ്മളുടെ അഭിപ്രായങ്ങൾ പറയാലോ. നമ്മൾ കമൻറ്റ് ബോക്സ് പോലെ തന്നെ നമുക്ക് നമ്മുടെ അഭിപ്രായങ്ങൾ പറയാം. ഇപ്പം രേണു സുധിയുടെ വോഡ്ക കഴിക്കുന്നതിനോട് ഞാൻ ഒരിക്കലും യോജിക്കുന്നില്ല. എനിക്ക് എൻ്റെ അഭിപ്രായങ്ങൾ പറയാം. അവർ ചെയ്യുന്നത് വളരെ തെറ്റ് തന്നെയാണ്. ഒരിക്കലും അതിനെ പ്രോത്സാഹിപ്പിക്കത്തില്ല. ഇനിയിപ്പോൾ അവരെന്ന് പറഞ്ഞാൽ അടിക്കുന്നുണ്ടെങ്കിൽ
നിങ്ങൾ അടിച്ചോ, പക്ഷെ അത് സ്വകാര്യമായിട്ട് വെക്കേണ്ട ഒരു കടമ അവർക്കുണ്ട്. അല്ലാതെ എന്ന് പറഞ്ഞാൽ ഞാൻ വോട്ട് അടിക്കും, വല്ലപ്പോഴും അടിക്കത്തുള്ളൂ, മറ്റേ അടിക്കത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതെന്ന് പറഞ്ഞാൽ സമൂഹത്തിന് എന്ത് മെസ്സേജാണ് ഇവർ കൊടുക്കുന്നത്? ഒരുപക്ഷെ ഇവരുടെ വീട്ടുകാർ വരെ എന്ന് പറഞ്ഞാൽ ഇവരെ ഭയന്നിട്ട് മിണ്ടാതിരിക്കുന്നതായിരിക്കും. ഉള്ള കാര്യം എന്താ പറയുന്നതിന്? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ആ സുധി എന്നുള്ളവന്റെ പേരും പറഞ്ഞ് എന്തൊക്കെ കോപ്രായങ്ങളാണ് നിങ്ങൾ അവിടെ കാട്ടിക്കൂട്ടിയത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. എന്നിട്ട് ഇവർക്ക് വീടും കാര്യങ്ങളെല്ലാം കിട്ടിയപ്പോൾ ഇവർ എന്തൊക്കെ പറഞ്ഞു എന്നിട്ട് അതായത് ഈ സുധിയെക്കാട്ടിയും കഷ്ടപ്പെട്ട് വീടില്ലാതെ എത്ര മിമിക്രിക്കാരുണ്ടെന്ന് അറിയാം, എത്രമാത്രം കലാകാരന്മാരുണ്ടെന്ന് അറിയാം. ഇവർക്ക് എല്ലാ സൗഭാഗ്യങ്ങളും കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് ഇവർക്ക് വേണമെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇതെല്ലാം പറയാതിരിക്കാം. ഇവർക്ക് വേണമെങ്കിൽ എത്ര പെഗ്ഗടിക്കാറുണ്ട്, പോയിട്ട് നിന്റെ വീട്ടിൽ പോയി അത് പറയാവാണെങ്കിൽ. അല്ലാതെ എന്ന് പറഞ്ഞാൽ അവിടെ കടന്നിട്ട് ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയേണ്ടത്? ആൾക്കാരെ കാണിക്കാനും ആൾക്കാരെ എന്ന് പറയുന്നത് കൊഞ്ഞനം കുത്താനും വേണ്ടിയിട്ടുള്ള ഒരു പ്രഹസനം മാത്രമാണ്. അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ എന്നല്ല. എന്നിട്ട് വലിയ ഡയലോഗ് പറയുന്നത്, ആ ചെറുക്കൻ പറഞ്ഞില്ലേ എന്താടോ തെറ്റ്? ആ ചെറുക്കൻ പറഞ്ഞില്ലേ ഇങ്ങനെയുള്ള ഒരാളെ അമ്മാന്ന് ഇങ്ങനെ വിളിക്കുക, അല്ലെങ്കിൽ ആ ചെറുക്കന് തന്നെ എന്ന് പറഞ്ഞാൽ ചെറുക്കൻ പറയുന്ന നാണക്കേടാണ് കൂട്ടുകാരുടെ അമ്മമാരെ കാണുമ്പോഴേ. ശരിയല്ലേ? നാണക്കേട് തന്നെ ഉണ്ടാവില്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പം ആ കൊച്ചി ചെറുക്കൻ്റെ കാര്യം ഞാൻ അതാ പറഞ്ഞത്. അതിന് കുറച്ച് വയസ്സായി കഴിഞ്ഞാൽ അത് പ്രതികരിക്കാൻ തുടങ്ങും. അത് പ്രതികരിച്ച് കഴിഞ്ഞാൽ ചിലപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ തലയിൽ മുണ്ടിട്ട് നടക്കേണ്ടി വരുവാർന്ന്. അല്ലെങ്കിൽ ആ ചെറുക്കൻ ഇതുപോലൊന്നല്ല, ഇതിലും രൂക്ഷമായിട്ടാണ് പ്രതികരിക്കുക. ഉള്ള കാര്യം എന്താ പറയുന്നതിന്? അതായത് ഈ ആൾക്കാരും ഈ കോല് പിടിക്കുന്ന ആൾക്കാരും ഈ വെള്ളടിക്കുന്ന ടീമെല്ലാം കുറച്ച് കാലേ ഉണ്ടാവുള്ളൂ. ആരോഗ്യവും സൗന്ദര്യവും പോയി കഴിഞ്ഞാൽ ഒരുത്തനും തിരിഞ്ഞു നോക്കത്തില്ല. നോക്കും നിങ്ങൾക്ക് തോന്നുന്നുണ്ടാ? അതായത് വെള്ളടിക്കുന്നവനും ഉണ്ടാവില്ല, അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഡ്ഡലി വട കൊടുക്കുന്നവനും ഉണ്ടാവില്ല, ചട്നി ഒഴിച്ച് കൊടുക്കുന്നവനും ഒന്നും ഉണ്ടാവില്ല. അതായത് ഇവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മക്കൾ മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷെ ആ ഒരു ചിന്ത ഇവർക്കില്ല. ഇവരെന്തോ എല്ലാവരെയും വെല്ലുവിളിച്ചുകൊണ്ട് ഞാനെന്തോ ഒരു വലിയ സംഭവമാണ്, ഒരു മണ്ണാങ്കട്ടിയല്ല ഉള്ള കാര്യം എന്താ പറയുന്നതിന്? അതായത് എല്ലാവരും കൂടി ചേർന്നിട്ട് ഒരു കോപ്രായം കാണിക്കുന്ന അത്രയേ ഉള്ളൂ. അല്ലാതെ രേണു സുധിബില്ല അഭിനയ കുലപതിയോ അല്ലെങ്കിൽ വേറെ ഒന്നും അല്ലാതെ കുറേ ആൾക്കാർ കൊണ്ടുപോയിട്ട് ഒരു പ്രഹസനം കാണിക്കുന്നത്. പിന്നെ റെസ്റ്റോ വാർഡ് ഉദ്ഘാടനം ചെയ്യാൻ അതിൻ്റെ അവിടെയൊക്കെ പറയുന്നത് കേട്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ രേണു സുധിയല്ല, വേറെ അവർക്ക് ആളെ കിട്ടായിട്ടൊന്നുമല്ല. പക്ഷെ എന്താണ്, രേണു സുധി ആകുമ്പോൾ കുറേ ആൾക്കാർ ഇങ്ങനെ വന്നോളും. അതിന് വേണ്ടിയിട്ട് ഇവരെ വിചാരം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവരെന്തോ ഒരു വലിയ കൊമ്പത്തുള്ള ആളാണ്, അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും എന്നെ പിന്നെ ഉദ്ഘാടനത്തിന് വിളിക്കുന്നത്. അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര കഴിവാണ്, എനിക്ക് ഭയങ്കര ഡാൻസ് ചെയ്യേണ്ട കഴിവുണ്ട്, ഞാൻ തമന്നിനെ പോലെയുണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പൊന്നു പങ്ങളെ, ഞാൻ ആദ്യം ആലോചിച്ച് നിങ്ങളൊക്കെ ജീവിക്കാൻ വേണ്ടിയിട്ടല്ലേ ഇങ്ങനെയൊക്കെ കോപ്രായം കാണിക്കുന്നതെന്നാണ്. പക്ഷെ ഇന്ന് മനസ്സിലായിരുന്നു നിങ്ങളുടെ മനസ്സിലിരിപ്പ് എന്താണ്, നിങ്ങൾ ഏത് റൂട്ടിലാണ് സഞ്ചരിക്കുന്നതെന്ന്. എന്തിനാണ് ഇങ്ങനെ? അതായത് നിങ്ങൾ തന്നെ പറയുന്നുണ്ട് നിങ്ങളെ ഭർത്താവ് മദ്യം കാരണമാണ് നിങ്ങളെ കുടുംബം ഇങ്ങനെ ആയിനി, എന്നിട്ടും അതേ വഴിയിലൂടെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ ആ കുഞ്ഞിൻ്റെ അവസ്ഥകളൊന്നും ആലോചിച്ച് നോക്കി. ഒരു സാമാന്യ മര്യാദ വേണ്ടേ? പണത്തിന് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തും വിളിച്ചു പറയുക, എന്തും ചെയ്യുക. അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെന്താ വോട്ട് അടിക്കുന്നു പറയുക. ഇതെന്താ വെള്ളം അടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ നടക്കുന്നവരാണ്. അല്ല അയ്യോ കഷ്ടം. കുറേ അല്ല ഇതിൽ ഏറ്റവും വലിയ രസം എന്താ അറിയുക? അതായത് ഒരുപാട് പേര് ഇവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഒത്തിരി ആൾക്കാർ ഇവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരോട് എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങൾ ഇപ്പോഴും ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാ? ഒരുപാട് അമ്മമാരും ഇപ്പോഴും എന്നെ രാവിലെ തന്നെ ഒരു സ്ത്രീ വന്നിട്ട് പറഞ്ഞു, നിങ്ങളൊക്കെ ആദ്യം സപ്പോർട്ടായിരുന്നല്ലോ, ഇപ്പം എന്താണ് സപ്പോർട്ട് ചെയ്യാതെ? എൻ്റെ പൊന്ന് സഹോദരി, വെള്ളം അടിക്കുന്ന ആളെ എനിക്ക് കണ്ടുകൂടാ. ഉള്ള കാര്യം എന്താ പറയുന്നത്? ഈ വെള്ളം അടിക്കുന്നവന് എനിക്ക് കണ്ണിന് നിറ കണ്ടുകൂടാ. പിന്നെ ഞാൻ എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യുക? നിങ്ങളൊന്നും പറയാറുന്നേ. അതായത് വെള്ളമടിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഭയങ്കരമായ മോശ പരിപാടി തന്നെയാണ്. ആ ഒരിക്കലും നമുക്കിങ്ങനെ അംഗീകരിച്ച് കൊടുക്കാൻ കഴിയില്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇനി ഇപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രേണു സുധി ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അതും ഇനി രണ്ടെണ്ണം അടിച്ചിട്ടാണ് പറയുന്നതെന്ന് നമുക്കറിയില്ല. ചിലപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റോ ചോദിക്കുമ്പോൾ ഇനിയിപ്പോൾ രണ്ടെണ്ണം അടിച്ച് പറയുന്നതാണോ, ഇനി നാളെ ഇത് ആലോചിക്കുമ്പോൾ അയ്യോ ഞാൻ ഇന്നലെ അങ്ങനെ പറഞ്ഞിരുന്നോ എന്നുള്ള തരത്തിലായിരിക്കും ചിലപ്പോഴും വരും. അതൊന്നും നമുക്ക് പറയാൻ പറ്റൂല. അതുകൊണ്ട് പറയുന്നതാണ്, ദൈവത്തെ ഓർത്തിട്ട് നിങ്ങൾ ഇമാതിരി തോന്നിവാസങ്ങൾ ദൈവത്തെ ഓർത്തിട്ട് എൻ്റെ അകത്ത് ഇടല്ല. ഈ പിന്നെ എന്താ സോഷ്യൽ മീഡിയയിൽ ഇടല്ല. നിങ്ങൾ വേറെ എന്തോ കാണിച്ചോ. ഇത് കുറേ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ ഒന്നും അറിയാത്ത കുറേ അമ്മമാരുണ്ട്. അവരെ വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വെച്ചിട്ട് എന്നാൽ ഊച്ചാളിയാക്കുന്ന കളിയാണ് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്കൊരു കാര്യം അടുത്ത വീഡിയോ ആയിട്ട് വരെ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കേണ്ടി വരുമായിരുന്നു. അതുകൊണ്ടാണ്. അപ്പം നന്ദി, നമസ്കാരം.